ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൈറലായിട്ടുള്ള ഒരു കുക്കുംബർ സാലഡാണ് കേട്ടോ. ഇപ്പം യൂട്യൂബ് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം നോക്കിയാലും ഈ ഒരു കുക്കുംബർ സാലഡാണ് കേട്ടോ. അപ്പോൾ ഞാനും തയ്യാറാക്കി നോക്കി, പക്ഷേ സംഭവം കിടുവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സാലഡ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ചെറിയ സ്ലൈസായിട്ട് എടുത്തിട്ടുണ്ട്. എത്രയും ചെറിയ സ്ലൈസായിട്ട് എടുക്കാവോ അത്രയും ചെറിയ സ്ലൈസായിട്ട് എടുക്കണം കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലൈസർ ഉണ്ടെങ്കിൽ അതിനകത്തിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പം സാധാരണ നമ്മുടെ പിച്ചാത്തി വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കുത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ജാർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നമ്മുടെ ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ മൊത്തം നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത നാരങ്ങ ഇച്ചിരി നീര് കുറവായിരുന്നു. അപ്പോൾ ഞാൻ പകുതി എടുക്കാതെ മൊത്തം ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഗ്രീക്ക് യോഗർട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ നമ്മുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ ഒന്നെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഗ്ലാസ് ജാർ ആണെങ്കിൽ ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പമായിരിക്കുമേ. അടച്ച് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, നമ്മുടെ കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് ഇത് മാത്രം ഡിന്നറായിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു വട്ടമെങ്കിലും ഇതുപോലെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുക്കുംബർ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും കൂടിയൊക്കെ സൈഡ് ഡിഷ് ആയിട്ടും ഒക്കെ നല്ലൊരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.